കയർറാട്ടിന്റെ താലോലം സംഗീതം പൊഴിച്ച തേവലക്കര. പകലന്തിയോളം കയർപിരിയിലേർപ്പെടുന്ന തൊഴിലാളികൾ. സന്തോഷം എന്തെന്നറിയാതെ ദാരിദ്ര്യവും പട്ടിണിയുമായി കഴിയുന്ന ആയിരങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനമുള്ള കാലഘട്ടമായിരുന്നു അത്. ജീവിത ദുരിതങ്ങളിൽ മനംനൊന്ത് ആലസ്യത്തിലാണ്ടുപോയ കയർ തൊഴിലാളികളെ തേവലക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തട്ടിയുണർത്തി. അവരെ അവകാശ പോരാട്ടങ്ങളിൽ അണിചേർത്തു. ആ സമരങ്ങളിലെ നിത്യസാന്നിധ്യമായിരുന്നു ഒരു ബാലൻ. കൂട്ടുകാർ സ്കൂളിൽ പോയപ്പോൾ ആ ബാലൻ സമരപ്പന്തലുകളിലെ സ്ഥിരം സന്ദർശകനായി. സമരങ്ങളുമായുള്ള സഹവർത്തിത്വവും നേതാക്കന്മാരുമായുള്ള സമ്പർക്കവും ആ ബാലന്റെ പോരാട്ട ചിന്തകളെ ജ്വലിപ്പിച്ചു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മനുഷ്യസ്നേഹത്തിന്റെ മറുവാക്കാണ് കമ്മ്യൂണിസം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹാനായി ആ ബാലൻ വളർന്നു. ശ്രീ കെ.സി. പിള്ളയായി, തേവലക്കരക്കാരുടെ സ്വന്തം കെ.സി. മാമനായി. സത്യസന്ധത, ആത്മാർത്ഥത, സഹജമായ ധർമ്മബോധം ഇവയാണ് ശ്രീ കെ.സി. പിള്ളയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ ജനനം. കയർ തൊഴിലാളികളുടെയും തീപാറുന്ന സമരങ്ങൾ കണ്ട കെ.സി. പിള്ള എന്ന കെ. ചന്ദ്രശേഖരൻ പിള്ളയുടേത്. ചുറ്റും ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതക്ലേശങ്ങൾ കണ്ടുകൊണ്ടാണ് കെ.സി. വളർന്നത്. കടകപ്പള്ളിയിലെ കയർ തൊഴിലാളികളുടെ ജീവിത ദുരവസ്ഥകൾ അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തേവലക്കരയിൽ നടന്ന കയർ തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധ സമരങ്ങളുടെ ജീവിതയാത്രയ്ക്ക് തുടക്കമിടുന്നത്. സമരപ്പന്തലിൽ പോയി സമരത്തിൽ പങ്കുകൊള്ളുകയും അവിടെ പ്രസംഗിക്കുകയും ചെയ്ത ആ ബാലനെക്കുറിച്ച് ഡോക്ടർ പുതുശ്ശേരി കേട്ടറിഞ്ഞു. തുടർന്ന് കുന്നത്ത് ഒരു മീറ്റിംഗിന് ബാലനായ കെ.സിയെ പുതുശ്ശേരി രാമചന്ദ്രൻ കൂട്ടിക്കൊണ്ടുപോയി. ജയിൽ വിമുക്തനായ കെ. കേശവൻ പോറ്റിക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങ്. അല്പം കഴിഞ്ഞായിരുന്നു ഇത്. 10,000 സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ കെ.സി. മുഖ്യപ്രസംഗകനായി. കൊച്ചുകുട്ടിയായതുകൊണ്ട് പൊതുയോഗത്തിൽ മേശപ്പുറത്ത് കയറ്റി നിർത്തിയാണ് കെ.സിയെ കൊണ്ട് പ്രസംഗിപ്പിച്ചത്. മൈക്കിലൂടെ ആദ്യ പ്രസംഗം പിൽക്കാലത്ത് ലോകത്തോടൊരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ നിയോഗമുണ്ടായ ആ മഹാനുഭാവന്റെ കന്നിപ്രസംഗം. അന്നത്തെ VIP കെ.സിയായി. യോഗശേഷം തോപ്പിൽ ഭാസിയുടെ വീടും സന്ദർശിച്ചാണ് തിരിച്ചെത്തിയത്. അതോടെ കെ.സി. എന്ന ബാലൻ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റായി. ചവറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി ഫെഡറേഷനിൽ സജീവ പ്രവർത്തകനായി. ഇതിന്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താവുകയും ചെയ്തു. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ അവസാനമായിരുന്നു അത്. പിന്നത്തെ കളരി പൊതുപ്രവർത്തനമായി. അതിൽ നിന്നും നേടിയ അനുഭവജ്ഞാനത്തിന് കലാലയ വിദ്യാഭ്യാസത്തിൽ നിന്നും നേടുന്ന അറിവിനേക്കാൾ മാധുര്യം ഏറെയായിരുന്നു. വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കെതിരെ ജനങ്ങൾ നിരുത്തി പാർട്ടി നടത്തിയ വീരപോരാട്ടങ്ങളിൽ കെ.സിയുടെ പങ്ക് വളരെ ശ്രദ്ധേയമായിരുന്നു. പൊതുപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ ഒന്നൊന്നായി ഹൃദിസ്ഥമാക്കി കെ.സി. എന്ന ബാലൻ വളർന്നു. മറ്റുള്ളവരെ തന്നാൽ കഴിയും വിധത്തിൽ സഹായിക്കുക എന്നതായിരുന്നു പ്രവർത്തന രീതി. ഇതിനായി സ്വന്തം കുടുംബസ്വത്തുക്കൾ പോലും പണയപ്പെടുത്തുകയും വിലക്കുകയും ചെയ്തു. രാഷ്ട്രീയ എതിരാളികളോട് സൗമ്യമായി പെരുമാറാൻ ശ്രദ്ധിച്ച കെ.സി. അധികം വൈകാതെ ഒരു നാടിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനായി. ഇതോടൊപ്പം നിരവധി പ്രതിസന്ധികളെ നേരിടുകയും ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും മർദ്ദനവും ലോക്കപ്പ് വാസവും വരെ അതിന്റെ ഭാഗമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ വരെയായി മുന്നേറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ കൺവീനറായും പാർട്ടി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായും ഒപ്പം അദ്ദേഹം വളർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കലാസാംസ്കാരിക രംഗം ഏറെ ഗുണം ചെയ്യും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിന്റെ ഫലമായി അദ്ദേഹം മുൻകൈയെടുത്ത് ആരംഭിച്ച പുത്തൻ സങ്കേതത്തിലെ ഉദയ ആർട്സ് ക്ലബ് ഇന്നും യുവചിന്തയുടെ പൂർത്തീകരണമായി തിളങ്ങുന്നു. സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാപരിപാടികൾ തുടങ്ങിയവയും
അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ സംഘടിപ്പിച്ചു. ഇതിലൂടെ ആയിരക്കണക്കിന് യുവാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താധാരയിലേക്ക് ആനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഫ്യൂഡൽ മേൽക്കോയ്മയ്ക്കെതിരെ ആക്ഷേപഹാസ്യത്തിൽ ചാലിച്ച് നാടകങ്ങൾ രചിച്ചും കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചും അദ്ദേഹം ജനമനസ്സിൽ സ്ഥാനമുറപ്പിച്ചു. നാട്ടിൻപുറത്തിന്റെ സൗമ്യതയും സാരല്യതയും ഒരിക്കലും കൈവിടാതെ 76 വയസ്സിന്റെ നിറവിൽ ഈ ലോകത്തോട് വിട പറയും വരെ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചു അദ്ദേഹം. മനുഷ്യത്വം സന്നിവേശിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനമാനസങ്ങൾ കീഴടക്കിയ ആ പുണ്യപുരുഷന്റെ ദീപ്തസ്മരണയ്ക്ക് മുൻപിൽ ആദരവിന്റെ കൂപ്പുകൈ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ.